ബാലരാമപുരത്തെ വയോധികന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ്. സ്ലാബ് പൊളിക്കാൻ കലക്ടർ അനുമതി നൽകി. സബ് കലക്ടർ ആൽഫ്രഡിന്റെ സാന്നിധ്യത്തിലാകും നടപടി. ഫോറൻസിക് സംഘമെത്തി. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് റഹീസാണ്. ഇപ്പോൾ അവിടെ വലിയ പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. സമാധിയാണ്, സമാധി പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന പ്രതികരണമായി ആ കുടുംബം നിൽക്കുന്നു. പക്ഷേ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുകയാണല്ലേ? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം റഹീസ്? കല്ലറ പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് നിലവിലുയരുന്ന വിവാദങ്ങൾക്ക് ഒരു അറുതി വരുത്താനാണ് പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും തീരുമാനം. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയും RDOയും നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനിതാകുമാരി കല്ലറ പൊളിക്കാനുള്ള അനുമതി ഉദ്യോഗസ്ഥർക്ക് നൽകി. ഇതിൻ പ്രകാരം നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷ ഒരുക്കുകയും തിരുവനന്തപുരം സബ് കളക്ടറായ OV ആൽഫ്രഡ് മറ്റ് നടപടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. ഇനി ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കൂടി, അതായത് നിലവിൽ കുറേയധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, കുറച്ചുകൂടി പോലീസ് ഉദ്യോഗസ്ഥരും കൂടി എത്തിയതിനു ശേഷം നടപടിക്രമങ്ങൾ തുടങ്ങും. ഫോറൻസിക് സർജൻ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ഫോറൻസിക്കിൻ്റെ സയൻറ്റിഫിക് ഓഫീസർ ലീന വി നായരുടെ നേതൃത്വത്തിലുള്ള മറ്റ് ഉദ്യോഗസ്ഥർ സംഘമൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഫോറൻസിക് സർജനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും, നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറത്ത് പള്ളിച്ചലിൽ ഒരു 4-5 വണ്ടി പോലീസ് ഇതിനകം ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. അവരെയും കൂടി ഇവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും പൊളിക്കൽ നടപടികളിലേക്ക് കടക്കുക. സ്വാഭാവികമായും ഒരു പ്രതിഷേധമുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് സ്ഥലത്ത് നിന്ന് നമ്മൾ കാണുന്നത്. 2 തരത്തിൽ ഒരു എതിർപ്പ് ഉയരുന്നുണ്ട്. ഒന്ന്, ഈ ഗോപൻ സ്വാമിയുടെ കുടുംബമാണ്. നേരത്തെ റിപ്പോർട്ടറോട് സംസാരിച്ചതുപോലെ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം അവർക്ക് പിന്തുണയുമായി ചില ഹൈന്ദവ സംഘടനകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല, പോലീസ് ഏകപക്ഷീയമായ നടപടികൾ എടുക്കുന്നു എന്ന നിലപാടിലാണുള്ളത്. സ്വാഭാവികമായും പൊളിക്കൽ നടപടികളിലേക്ക് കടക്കുമ്പോൾ ആ തരത്തിലുള്ള ചില എതിർപ്പുകൾ ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും പൊളിക്കൽ നടപടികളിലേക്ക് കടക്കുക. നിരവധി നാട്ടുകാരും ഈ ഹൈന്ദവ സംഘടനകൾക്ക് പുറമെ ഇത് പൊളിച്ച് ഇതിൻ്റെ നിജസ്ഥിതി അറിയണമെന്നാവശ്യപ്പെട്ട് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും നേതാക്കളും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. സ്മൃതി. റഹീസ്, ഇപ്പോൾ ഈ ഗോപൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് നടന്നുപോയി കല്ലറയിലിരുന്ന് സമാധിയായി എന്നൊക്കെയാണ് മകൻ പറയുന്നത്. പക്ഷേ ബന്ധുക്കൾ ആരോപിക്കുന്നത് അങ്ങനെയല്ല. അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു, കാലങ്ങളായി കിടപ്പ് രോഗിയായി ഉള്ള കിടപ്പിലായിരുന്നു, ആ അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. ഇതിലൊരു വ്യക്തത നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഈ ബന്ധുക്കളല്ലാതെ ആ പ്രദേശവാസികളുടെ പ്രതികരണം ഈ വിഷയത്തിൽ ലഭ്യമാകുന്നുണ്ടോ? സ്മൃതി, അതിനകത്ത് പ്രശ്നം ഈ മക്കളും ഭാര്യയും മരുമക്കളും അല്ലാതെ ആരും ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഞങ്ങൾ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ആട് കെട്ടാനും പുല്ല് പറിക്കാനും മറ്റും പ്രദേശവാസികൾ എത്തിയിരുന്നു, അവരിത് കണ്ടിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹം ആദ്യം നമ്മളോട് പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരിവിടെ വരുന്നത്, അതായത് പുല്ല് ചെത്താനും ആടിന് തീറ്റ കൊടുക്കാനും പശുവിന് തീറ്റ കൊടുക്കാനും ഒക്കെ പ്രദേശവാസികൾ ഇവിടെ വന്നത് അവർ കണ്ടിട്ടുണ്ട്. സമാധി ചടങ്ങുകൾ അല്ലെങ്കിൽ മൃതദേഹം മറവ് ചെയ്യുന്ന ചടങ്ങുകൾ നടത്തിയിട്ടുള്ള അവർ കണ്ടിട്ടുണ്ട്. അവരാണ് കാണുക. അതായത് അവിടെ സമാധി ചടങ്ങുകൾ നടക്കുന്നത് ഈ പുല്ല് പറിക്കാൻ വന്ന ആളുകളോ ഒന്നും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അതിനർത്ഥം ഈ മക്കളും മരുമക്കളും ഭാര്യയും അല്ലാതെ, അതിൽ ഭാര്യയെയും മരുമക്കളെയും ഇദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ അദ്ദേഹത്തെ വന്ന് കണ്ട് തൊഴുതു വണങ്ങി തിരിച്ച് അവരെ വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തത്. അതിനുശേഷമുള്ള ചടങ്ങുകൾ മുഴുവൻ നടത്തിയത് ഈ 2 മക്കൾ ചേർന്നാണ്. ആ ചടങ്ങുകളുടെ ഭാഗമായി പോലും ഭാര്യയും മരുമക്കളെയും ആ പ്രദേശത്ത് എത്തിച്ചിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ബന്ധുക്കൾ, ഈ ഗോപൻ സ്വാമിയുടെ മക്കൾ, ഭാര്യ, മരുമക്കൾ, ഇവരല്ലാതെ ആരും ഇദ്ദേഹത്തിൻ്റെ മരണമോ അതിനുശേഷം നടന്ന സംസ്കാര ചടങ്ങുകളെക്കുറിച്ചോ ഒരാൾക്കും ഒരു ധാരണയുമില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ ഇക്കാര്യത്തിൽ വലിയ സംശയങ്ങളുള്ളത്. കാരണം നാട്ടുകാർ ഒന്നടങ്കം ഇവർക്ക് എതിരാണ്. കാരണം ഇവിടെ പലതരത്തിലുള്ള ഈ ക്ഷേത്രം, ഇവിടുത്തെ ഒരു ശിവക്ഷേത്രമാണ്. ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ വന്ന ഒരു പ്രായം ചെന്ന ഒരു അമ്മയുമായി സംസാരിക്കുമായിരുന്നു. അവർ പറയുന്നത് 15 വർഷം മുമ്പ് ഈ ക്ഷേത്രം തുടങ്ങിയ സമയത്ത് വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്ന, നാട്ടുകാർ മുഴുവൻ വരുന്ന ഒരു ക്ഷേത്രമായിരുന്നു. ക്ഷേത്രം തുടങ്ങിയ ഒരു 3 വർഷം വരെ
നാട്ടുകാരുടെ ഒരു ക്ഷേത്രമായിട്ടായിരുന്നു ഈ ശിവക്ഷേത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആളുകൾ വരണ്ട എന്ന് ഇദ്ദേഹത്തിൻ്റെ ഇളയ മകനായ സദാനന്ദൻ ഒരു നിലപാടെടുക്കുകയും അതിനുശേഷം ഇത് അവരുടെ കുടുംബക്ഷേത്രം എന്ന നിലയിൽ മാത്രം നിലനിൽക്കുകയും ചെയ്യുകയായിരുന്നു. ആളുകൾക്ക് ഒരു തരത്തിലുള്ള പ്രവേശനവും ഇങ്ങോട്ടേക്ക് ഇല്ലായിരുന്നു. ഇതിന് തൊട്ടപ്പുറത്തൊരു എനിക്ക് തോന്നുന്നു ഇവിടെ തൊട്ടപ്പുറത്തൊരു നാഗത്തറയുണ്ട്. ഇതും ഇവരുടേതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് വേറെ ഒരു തറയാണ് എന്നാണ് വിചാരിച്ചത്. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ മകനോട് സംസാരിച്ചപ്പോഴാണ് ഈ കാണുന്ന ഈ നാഗത്തറയും ഈ ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബത്തിൻ്റെതാണ്. അവരുടെ വീട്ടിലേക്ക് പോകുന്നതിന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ്